ആദ്യ റൗണ്ടിലെ വോട്ടെണ്ണൽ മുന്നോട്ട് പോകുമ്പോൾ 1112 വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്യുന്നു. ഗോകുലുണ്ട്. ഗോകുൽ, പുതിയ വിവരങ്ങൾ പറയൂ. അതായത് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം 1016 വോട്ടിന് BJP ലീഡ് ചെയ്യുകയാണ്. കഴിഞ്ഞ സമയത്ത് അല്ലെങ്കിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഏകദേശം ഇതിൽ കൂടുതൽ 2000 മേലെ ഭൂരിപക്ഷം ഈ ബൂത്തുകളിൽ നിന്ന് ലഭിച്ചിരുന്നു. പക്ഷെ BJP ഇക്കുറി അതിന് 1000 മുകളിൽ ലീഡ് ചെയ്യുമെന്ന് മാത്രമാണ് പ്രതീക്ഷിച്ചത്. അതനുസരിച്ച് തന്നെ 1016 വോട്ടിന് ഇപ്പോൾ BJP ലീഡ് ചെയ്യുന്നു. ആദ്യ റൗണ്ടിൽ 2607 വോട്ടിന്റെ ലീഡായിരുന്നു. ഈ ആദ്യ റൗണ്ട് പൂർത്തിയായോ? ആദ്യ റൗണ്ട് ഇപ്പോൾ പൂർത്തിയായി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ അപ്ഡേഷൻ ആണോ ഈ പറഞ്ഞത്? തീർച്ചയായും അതിന്റെ അപ്ഡേഷൻ ആയിട്ടാണ് 1016 വോട്ടുകൾക്ക് BJP ലീഡ് ചെയ്യുന്നത്. പകുതി മാത്രമാണ് ലീഡ് നില എടുക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എങ്കിൽ ശ്രീധരന് പകരമാകുമോ കൃഷ്ണകുമാർ എന്നുള്ളൊരു ചോദ്യമുണ്ട്. ഞാനിപ്പോഴും വിചാരിക്കുന്നത് കുറച്ചുകൂടി മാറ്റം വരുന്നതാണ്. ഒന്നാം റൗണ്ടിന്റെ പൂർണ്ണമായ കണക്കല്ല 1112 എന്നാണ് ഞാനിപ്പോഴും. ആ വാർത്ത ഒന്നും കൂടി കൺഫേം ചെയ്യൂ. കാരണം 2607 വോട്ട് കിട്ടിയെടുത്ത് 1100ലേക്ക് BJP കൂപ്പുകുത്തുന്നെങ്കിൽ അത് ഒന്നുകൂടി കൺഫേം ചെയ്യണം. കാരണം അത് സമാഹരിക്കുമെന്നുള്ളതായിരുന്നു BJPയുടെ ആത്മവിശ്വാസം. അവിടെ കഴിഞ്ഞ തവണത്തെ സമാനമായി പോലും മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് അവർക്ക് അംഗീകരിക്കാൻ പോലും കഴിയുന്ന സാഹചര്യമല്ല. കൂടുതൽ കണക്കുകൾ വരും എന്ന് തന്നെ പ്രതീക്ഷിച്ച് മുന്നോട്ട് പോകേണ്ടിയിരിക്കും. മഹാരാഷ്ട്രയിൽ മഹായുതി 80 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നതാണ് ഏറ്റവും ഒടുവിൽ വന്നത്. 110 നമ്മൾ കാണുന്ന 101 കാണുന്നുണ്ട്. അതിനിടയിൽ 80 എന്ന പുതിയൊരു വിവരം കൂടിയുണ്ട്. അതും ഒന്ന് വേഗത്തിൽ അപ്ഡേറ്റ് ചെയ്യപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്നാൽ മഹായുതിയുടെ ലീഡ് അവിടെ കാണുന്നുണ്ട്. പക്ഷേ നമുക്ക് പാലക്കാട്ട് എന്ത് നടക്കുന്നു, പാലക്കാട്ട് എന്താണ് സംഭവിക്കുന്നത്? ആദ്യ റൗണ്ട് നിരാശാജനകമാണ് BJPക്ക് തുടക്കം. 1016 വോട്ടിന്റെ ലീഡ് മാത്രമേ. 1016 വോട്ടിന്റെ ലീഡ് മാത്രം. കൽപ്പാത്തിയും കുമാരപുരവും എണ്ണിക്കഴിഞ്ഞപ്പോ BJP ഏറ്റവും അധികം വോട്ട് പ്രതീക്ഷിച്ച കൽപ്പാത്തിയും കുമാരപുരവും എണ്ണിക്കഴിഞ്ഞപ്പോ BJPയുടെ ലീഡ് 1016 ആണ്. BJP പ്രവർത്തകരെ ശ്രദ്ധിച്ചോളൂ. ഗോകുൽ കൺഫേം ചെയ്യുന്നു 1016 വോട്ടിന്റെ ലീഡേ ഉള്ളൂ. ഒന്നാം റൗണ്ടിൽ കൽപ്പാത്തി ഉൾപ്പെടെ കുമരപുരം ഉൾപ്പെടെയുള്ള മേഖലകളിലെ വോട്ടെണ്ണിയപ്പോൾ നിങ്ങളുടെ സ്ഥാനാർത്ഥി കൃഷ്ണകുമാർ ഏറ്റവും അധികം വോട്ട് ലീഡ് ചെയ്യേണ്ട ഇടങ്ങളിലൊന്ന്. ആദ്യത്തെ 14 ബൂത്തുകൾ 2607 ആയിരുന്നു കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ലീഡ്. അവിടെയാണ് ഇപ്പോൾ ഈ ലീഡ് കുറഞ്ഞ 1016 എത്തി നിൽക്കുന്നത്. ഇത് BJP പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണോ? തീർച്ചയായും. അതായത് BJP ഏകദേശം 2000 അടുത്ത വോട്ടുകൾ, അതായത് ഈ ശ്രീധരന് ലഭിച്ച വോട്ടുകൾ ലഭിക്കില്ല എന്നുള്ളത് BJPക്ക് അറിയാം. എങ്കിൽ കൂടി 2000 അടുത്ത വോട്ടുകൾ BJP ഈ മേഖലയിൽ നിന്ന് പ്രതീക്ഷിച്ചിരുന്നു. കൽപ്പാത്തി, കുമരപുരം, അതോടൊപ്പം തന്നെ നാരായണപുരം എന്നീ മേഖലകൾ വരുന്നതാണ് ഈ ഫസ്റ്റ് റൗണ്ടിലെ ഈ പ്രദേശം. അവിടെയാണ് BJPക്ക് വോട്ടിൽ കുറവുണ്ടായിരുന്നത്. 1016 വോട്ട് മാത്രമാണ് ഈ പ്രദേശത്ത് നിന്ന് ലഭിച്ചത്. ഇവിടെയൊക്കെ സാമാന്യം നല്ല പോളിംഗ് ശതമാനം രേഖപ്പെടുത്തിയ ഒരു മേഖല കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായും BJP കൂടുതൽ വോട്ടുകൾ ഇവിടെ നിന്ന് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷെ അതുണ്ടായില്ല. അതായത് ഈ ശ്രീധരന് ലഭിച്ച വോട്ടുകൾ ലഭിക്കില്ല എന്നറിയാം. പക്ഷെ അതേസമയം തന്നെ 2000-അടുത്തേക്ക് അവരുടെ ലീഡ് ഉയർത്താൻ ഈ ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. തൊട്ട് പിന്നിൽ ആരാണ്? അവിടെ എന്തോ ഒന്ന് അവിടെ സംഭവിച്ചല്ലോ. BJPക്ക് ഇത്രയധികം വോട്ട് ചോർണമെങ്കിൽ തൊട്ട് പിന്നിൽ ആരാണ്? നേരത്തെ സരിൻ പറഞ്ഞതുപോലെ അവിടെയൊക്കെ സരിന് വോട്ട് കിട്ടിയോ അതോ UDFന്റെ ഒരു ട്രെൻഡിന്റെ തുടക്കമാണോ? മനസ്സിലാക്കാൻ കഴിയുന്ന തൊട്ടു പിന്നിൽ UDF ആണ്, രാഹുലാണ് തൊട്ടു പിന്നിലെന്നാണ്. അതിന് കൃത്യമായ കണക്കല്ല, ഇത് അനൌദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന കണക്കുകളാണ്. പക്ഷെ തൊട്ടു പിന്നിൽ UDF ആണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ കണക്കുകൾ ഒരുപക്ഷെ പൂർണ്ണമായ ഒരു ചിത്രം, ഔദ്യോഗികമായിട്ടുള്ള ഒരു ഫലം ഇപ്പോൾ വരും. അതിനുശേഷം നമുക്കൊരു 5 മിനിറ്റിനുള്ളിൽ തന്നെ അറിയാൻ കഴിയും. പക്ഷേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒന്നാം റൗണ്ട് എണ്ണിയപ്പോൾ 1016 വോട്ടിന്റെ ലീഡിൽ BJP ലീഡ് ചെയ്യുന്നു. തൊട്ടു പിന്നിൽ UDF ആണ്. സ്വാഭാവികമായും ഇത് BJPയുടെ ഒരു ശക്തി